നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന ഇസ്ലാമിൽ ഖബർ കെട്ടിപ്പൊന്തിച്ച് അവിടെ ഉറൂസും ആഘോഷങ്ങളും എല്ലാം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ നോക്കിയാൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ വിലക്കുന്ന അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സച്ചരിതരായ മുൻഗാമികളുടെയും വാക്കുകളിൽ കാണുവാൻ സാധിക്കും. അതേപോലെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ആവശ്യങ്ങളും പ്രതിസന്ധികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് അവരാരെങ്കിലും ദുആ ചെയ്തിരുന്നോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണുക സാധ്യമല്ല. അവരെല്ലാവരും എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ആവശ്യങ്ങൾക്കും പടച്ച റബ്ബിനോട് മാത്രം അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നോ റബ്ബി എന്നോ അഥവാ അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ എന്നിങ്ങനെയുള്ള വിളികളിലൂടെ പടച്ചവനെ അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ചു തേടിയിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളുണ്ട്. അവിടെ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് ശേഷം 23 വർഷക്കാലം ജീവിച്ചില്ലേ? ആ 23 വർഷക്കാലത്തിൽ എത്ര റബീഉൽ അവ്വലുകൾ കടന്നു പോയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു ആഘോഷം, പ്രവാചക ജന്മദിനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അത് മാതൃക കാണിക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും രീതിയിൽ കാണുവാൻ സാധിക്കുകയില്ല. ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് എന്താ? മുമ്പ് പതിവില്ലാത്തതാണ് എന്നല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവകാശവാദങ്ങൾ വെറും തെളിവില്ലാത്ത, ന്യായമില്ലാത്ത അവകാശവാദങ്ങളാണ് എന്ന്.